ഗവർണർക്ക് ഇപ്പോൾ മന്ത്രിസഭയുടെ കത്ത് ലഭിച്ചിരിക്കുകയാണ്. കാവി പതാക ഏന്തിയ ഭാരതാംബയോടുള്ള എതിർപ്പിന്റെ കാരണം അത് വിശദീകരിച്ചുകൊണ്ടാണ് ഈ കത്ത് വന്നിരിക്കുന്നത്. സാമുദായികമോ സാമൂഹികമോ ആയ പരിഗണനകൾ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തപ്പോൾ ഉണ്ടായിരുന്നില്ലെന്നും രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ദേശീയ ചിഹ്നവും ദേശീയ പതാകയും ഉറപ്പാക്കണമെന്നും സർക്കാർ ആവശ്യപ്പെടുന്നു. വിവരങ്ങൾ നൽകാനായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, ഭാരതാംബ വിവാദത്തിൽ ഇതുവരെയുള്ള ഒരു പോര് ഇപ്പോൾ കത്തിലൂടെയുള്ള ഒരു ഏറ്റുമുട്ടലായി മാറുകയാണ്. ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ എതിർപ്പുമായി ഗവർണർ സർക്കാരിന് കത്തയച്ചിരുന്നു. ഇപ്പോഴാ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് തങ്ങൾ എതിർപ്പ് വ്യക്തമാക്കുന്നു എന്ന് കത്തിലൂടെ തന്നെ വിശദീകരിക്കുകയാണ്. കത്തിന്റെ ഉള്ളടക്കം എന്താണ്? ഹിമ, ഇന്നലെ രാജ്ഭവൻ സർക്കാരിന് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ അന്ന് ഈ രാജ്ഭവനിൽ നടന്ന വി ശിവൻകുട്ടി മന്ത്രിയുടെ പ്രതിഷേധത്തിലുള്ള വിയോജിപ്പുകളും അക്കാര്യങ്ങളുമാണ് വിശദീകരിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ മന്ത്രിസഭ സർക്കാർ ഗവർണർക്ക് നൽകിയ കത്തിൽ അത് നേരത്തെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തിരുന്നു. ഭാരതാംബ ചിത്രം, ഈ RSSന്റെ പരിപാടികളിൽ ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രം രാജ്ഭവനിൽ ഉപയോഗിക്കുന്നതിനുള്ള വിയോജിപ്പ് അറിയിക്കാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ആ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന എന്തുകൊണ്ട് എതിർക്കുന്നു എന്നത് സംബന്ധിച്ച കത്താണ് സർക്കാർ ഗവർണർക്ക് നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നു, രാജ്ഭവന്റെ ആഭിമുഖ്യത്തിൽ ഏതെങ്കിലും ഔദ്യോഗിക ചടങ്ങുകൾ നടക്കുമ്പോൾ ഭാരതത്തിന്റെ ദേശീയ ചിഹ്നവും ദേശീയ പതാകയും അല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തണം എന്നാണ് സംസ്ഥാന സർക്കാർ രാജ്ഭവന് ഗവർണറോട് ആവശ്യപ്പെടുന്നത്. അത് ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹം പറയുന്നതിനൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് ഗവർണർ രാജ്ഭവനിലെ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകണമെന്നും ഈ കത്തിൽ സർക്കാർ ആവശ്യപ്പെടുകയാണ്. ഇത് മന്ത്രിസഭ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് പറയുന്നതിന് സർക്കാർ 1947 എന്തായിരിക്കണം ഭാരതത്തിന്റെ ദേശീയ പതാക എന്തായിരിക്കണമെന്ന ചർച്ച ഭരണഘടനാ അസംബ്ലിയിൽ നടന്നു. ആ ഭരണഘടനാ അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റുവും സരോജിനി നായിഡുവുമെല്ലാം ഈ ഇന്ത്യയുടെ ദേശീയ പതാക സംബന്ധിച്ച് നടത്തിയ ചർച്ചകളിലെ പറയുന്ന കാര്യങ്ങളാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അത് ധരിച്ചുകൊണ്ടാണ് ഭാരതത്തിന്റെ ദേശീയ ചിഹ്നം അല്ലെങ്കിൽ ഈ ഭാരതത്തിന്റെ ദേശീയ പതാകയായിരിക്കണം ഔദ്യോഗിക പരിപാടികളിലെ ചിഹ്നം എന്നത് നിർബന്ധമാക്കണം, അല്ലെങ്കിൽ അത് പാലിക്കണം എന്ന് സർക്കാർ രാജ്ഭവനോട് ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. മറുപടിയും സ്വാഭാവികമായും പ്രശാന്ത് പ്രതീക്ഷിക്കാമല്ലോ. നേരത്തെ തന്നെ 1971 നിയമമൊക്കെ ചൂണ്ടിക്കാട്ടി തന്നെ പലരും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിരുന്നു. ഇപ്പോൾ രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന പരിപാടികൾക്ക് കൃത്യമായി പ്രോട്ടോകോൾ ഉണ്ട്. അവിടെ ദേശീയ പതാക തന്നെ വേണം. ഇപ്പോൾ സ്വകാര്യ വസതിയിൽ അല്ലെങ്കിൽ ഗവർണറുടെ ബെഡ്റൂമിൽ എന്ത് വെക്കുന്നു എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ കൃത്യമായ പ്രോട്ടോകോൾ ഉള്ളപ്പോൾ ഈ കാവി പതാക ഏന്തിയ ഭാരതാംബ അത് ആര് വരച്ചു, എന്ന് വരച്ചു, അത് നമ്മുടെ ഭരണഘടന അനുസരിച്ചുള്ളതാണ്. ആ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു മറുപടി, എന്തുകൊണ്ട് കാവി പതാക ഏന്തിയ ഭാരതാംബ എന്നുള്ളതിന് ഇതുവരെ രാജ്ഭവൻ മറുപടി നൽകിയിട്ടില്ല. ആ മറുപടി നമുക്ക് ഇനി പ്രതീക്ഷിക്കാമോ? ഈ കത്തിന് മറുപടിയായി ഈ കത്തിനൊരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. കാരണം സർക്കാർ ആവശ്യപ്പെടുന്നതാണ്, രാജ്ഭവന്റെ ആഭിമുഖ്യത്തിൽ എന്തെങ്കിലും ഔദ്യോഗിക ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിൽ ഭാരതത്തിന്റെ ദേശീയ ചിഹ്നങ്ങളും ദേശീയ പതാകയും അല്ലാതെ മറ്റൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ്. അപ്പോൾ രാജ്ഭവന്റെ ഭാഗത്ത് നടക്കുന്ന ഔദ്യോഗിക പരിപാടി എന്ന് പറയുമ്പോൾ അതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണ്? സംസ്ഥാന സർക്കാർ രാജ്ഭവനിൽ നടത്തുന്ന പരിപാടി മാത്രമല്ല, രാജ്ഭവനിൽ ഗവർണർ സംഘടിപ്പിക്കുന്ന രാജ്ഭവന്റെ പരിപാടി എന്ന് പറയുമ്പോൾ അത് സർക്കാർ സ്റ്റേറ്റിന്റെ തലവൻ എന്ന നിലയിൽ ഗവർണർ സംഘടിപ്പിക്കുന്ന പരിപാടി രാജ്ഭവന്റെ പരിപാടിയാണ്. അത് സംസ്ഥാന സർക്കാരിന്റെ പരിപാടി അല്ലെങ്കിൽ പോലും അവിടെ കാവി പതാക ഏന്തിയ ഭാരതാംബ RSSന്റെ പരിപാടികളിൽ ഉപയോഗിക്കുന്ന ഭാരതാംബ പാടില്ല എന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്നും അവിടെ, അതായത് ഈ പെഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട് RSS സൈദ്ധാന്തികൻ ഗുരുമൂർത്തിയെ അവിടെ ക്ഷണിച്ചു വരുത്തി നടത്തിയ പ്രസംഗം പോലുള്ള പരിപാടികൾ, അപ്പോൾ അത്തരം പരിപാടികൾ അത് സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയല്ല. പക്ഷേ രാജ്ഭവൻ ഒരു പരിപാടിയായി സംഘടിപ്പിക്കുമ്പോൾ അത് രാജ്ഭവന്റെ ഔദ്യോഗിക പരിപാടിയാണ്. ആ ഔദ്യോഗിക പരിപാടികളിൽ ഇങ്ങനെ RSSന്റെ പരിപാടി ആദ്യമൊന്നും പ്രതിഷേധം അറിയിക്കേണ്ട എന്നുള്ളൊരു നിലപാടിലായിരുന്നു സംസ്ഥാന സർക്കാർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ മന്ത്രിസഭ തന്നെ കൃത്യമായി ദേശീയ പതാക വേണം രാജ്ഭവനിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എന്നും മറ്റെന്തെങ്കിലും പതാക ഉണ്ടെങ്കിൽ അത് പ്രോട്ടോകോൾ ലംഘനമാണ്, അത് നമ്മുടെ 1971 നിയമത്തിന്റെ ഒക്കെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിന്റെ കത്ത് രാജ്ഭവനിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതിനുള്ള ഒരു മറുപടി നമ്മൾ ആർലേക്കറിന്റെ ഭാഗത്തുനിന്ന്, ഗവർണറുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്.